ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്കാണ് ഈന്തപ്പഴംപൊരി. ഈന്തപ്പഴംപൊരി മിക്കവർക്കും അറിയായിരിക്കാം. പണ്ടൊക്കെ, അതായത് നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ നമ്മുടെ ഉമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്ന സ്നാക്സുകളാണ്. ഇപ്പോഴുള്ള നമ്മുടെ ന്യൂജൻ സ്നാക്സുകളൊക്കെ വരുന്നതിന് മുന്നേ നമ്മുടെ അടുക്കളയിൽ വിളയാടിയിരുന്ന നമ്മുടെ ഈന്തപ്പഴംപൊരി, അതാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിനു വേണ്ടി എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു പാത്രത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ള മൈദപ്പൊടി ഇടുക. അതിനുശേഷം അതിലോട്ട് കുറച്ച് പഞ്ചസാര, ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് സെപ്പറേറ്റ് ആഡ് ചെയ്യുന്നവർക്ക് സെപ്പറേറ്റ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഉപ്പും വെള്ളം ആക്കിയിട്ട് അത് ആഡ് ചെയ്യാം. പിന്നെ ഞാനൊരു മുട്ട കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കൂടി നന്നായി മിക്സ് ചെയ്ത് അധികം ലൂസാവാത്ത രീതിയിൽ, അധികം ടൈറ്റും ആവരുത്, അധികം ലൂസും ആവരുത്, ആ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ലൊരു ബാറ്റർ, നല്ല സ്മൂത്തി ബാറ്റർ ആക്കിയിട്ട് ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മുടെ ഈന്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് ഈന്തപ്പഴത്തിനെ മൊഞ്ചാക്കി വെക്കുക. അരമണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ ചീനച്ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. ചീനച്ചട്ടിയിൽ ഓയിലൊക്കെ ഒഴിച്ച് ചീനച്ചട്ടി നന്നായി കാഞ്ഞതിന് ശേഷം നമ്മുടെ മാവ് നമ്മളൊന്ന് മിക്സ് ആക്കുക. അതിലോട്ട് ഈന്തപ്പഴങ്ങൾ ഓരോന്നായിട്ടിട്ട് ഓരോ ചീനച്ചട്ടിയുടെ സൈസ് പോലെ ഇരിക്കും. ചില ഇതിൽ ഒരുപാട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും, ചിലതിൽ കുറച്ചേ പറ്റുള്ളൂ. എൻ്റെ ഇതിലിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് ഇടാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളിത് നല്ല പൊരിച്ചെടുക്കുക. ഇട്ട് കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചിടുക, പൊരിച്ചെടുക്കുക. പിന്നെ ഞാനൊരു ടിപ്പ് പറയാൻ വേണ്ടി മറന്നുപോയി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു അരമണിക്കൂർ മുന്നേ ബാറ്റർ മിക്സ് ചെയ്ത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ എല്ലാ ഷുഗറും മുട്ടയും പഞ്ചസാരയും എല്ലാം കൂടി മിക്സ് ആകുന്ന ടൈമിൽ നമ്മളെ ബാറ്റർ നന്നായി ഫെർമെൻ്റ് ചെയ്യും. നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ട പോലെ ഫെർമെൻ്റ് ചെയ്യല്ല, ചെറിയ രീതിയിലൊരു ഫെർമെൻറ്റേഷൻ ഉണ്ടാകും. അപ്പം നമ്മുടെ ഈന്തപ്പഴംപൊരി കുറച്ച് പൊങ്ങി വരികയും ചെയ്യും. അതുപോലെ തന്നെ അപ്പക്കാരം ഇല്ലാതെയുള്ളതാണ്. അപ്പോൾ അപ്പക്കാരം യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയ ഈന്തപ്പഴംപൊരിയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. പണ്ടൊക്കെ എൻ്റെ ചെറുതിലൊക്കെ ഞാനൊക്കെ കണ്ടിട്ടുണ്ട്, അപ്പക്കാരമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെയുള്ള അപ്പങ്ങൾക്കൊക്കെ പൊങ്ങി വരേണ്ട എല്ലാ അപ്പങ്ങൾക്കും ഇങ്ങനെ കുറച്ച് അപ്പക്കാരിടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചെറുതിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഇത് നമ്മളതൊന്നും ചെയ്യുന്നില്ല. ഈ സാധനങ്ങൾ ഒക്കെ ആഡ് ചെയ്ത് അരമണിക്കൂർ മുന്നേ അല്ല 1 മണിക്കൂർ മുന്നേ ഒക്കെ ആക്കി വെക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആക്കി വെച്ചാൽ തന്നെ നല്ല പൊങ്ങി നല്ല അടിപൊളി സോഫ്റ്റായിട്ടുള്ള ഈന്തപ്പഴംപൊരി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഈന്തപ്പഴംപൊരി ഇവിടെ പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഈന്തപ്പഴമൊക്കെ എല്ലാം പൊരിഞ്ഞു. ഞാൻ പൊരിച്ചെടുത്ത് പ്ലേറ്റിലോട്ട് മാറ്റിയിരിക്കണം. അപ്പോൾ നമ്മുടെ ഈന്തപ്പഴംപൊരി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ റെസിപ്പി ട്രൈ ചെയ്യുക. വളരെ ഈസി ആയിട്ടുള്ള, പെട്ടെന്ന് ആരും ഒന്നും പെട്ടെന്ന് പറയാതെ ഇതിലും ഗസ്റ്റൊക്കെ കയറിയാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഇങ്ങനെയുള്ള സ്നാക്സൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. പിന്നെ കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോഴൊക്കെ ഓരോ ദിവസം നമുക്ക് ഓരോ വെറൈറ്റി സ്നാക്സൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഈന്തപ്പഴംപൊരിയൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ ആർക്കും ഇഷ്ടപ്പെടാത്തൊരു സാധനമൊന്നുമല്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടാകും. എന്നിരുന്നാലും കമൻറ്റ് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ഓക്കെ, ബൈ.